ദൈവ തിരുനാമത്തിന് സ്തുതിയും മഹത്വവും ഉണ്ടാകട്ടെ. ആദ്യമായി പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ മാപ്പപേക്ഷിക്കുന്നു എൻ്റെ സാക്ഷ്യം താമസിച്ചു പോയതിന്. എൻ്റെ പേര് ജാൻസി ജോണി. ഞാൻ കർണാടകയിൽ മടിക്കേരിയിൽ സമ്പാജ ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 22, 2022 ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് ആരും പറഞ്ഞിട്ടല്ല, ഒരു രാത്രിയിൽ പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് വന്ന് അതുപ്രകാരം എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ യൂട്യൂബിലൂടെ ഞാൻ യൂട്യൂബ് ഓൺ ചെയ്തപ്പം അച്ഛൻ്റെ ക്ലാസ്സും പിന്നെ ഒരുപാട് എന്നെപ്പോലെ വേദന അനുഭവിക്കുന്ന ഒരുപാട് അമ്മമാരുടെ സാക്ഷ്യവും ഞാൻ കേട്ടു. അങ്ങനെ എനിക്ക് ഇവിടെ വരണം, ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് ആഗ്രഹം വന്നു. ഉടമ്പടി എടുത്തു. ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ല. ഇവിടെ വന്ന് ഒരു യന്ത്രം പോലെ ഞാൻ നടന്നു. എല്ലാ കാര്യങ്ങളിലും എന്നെ പരിശുദ്ധ അമ്മ സഹായിച്ചു. ഞാൻ ഉടമ്പടി എടുത്തു പോയി. അന്നു മുതൽ ഇന്നോളം ഇനി എൻ്റെ ജീവിതാന്ത്യം വരെ ഞാൻ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുമെന്ന് അമ്മയോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് സഹനങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ഈശോയെ മുറുകെ പിടിക്കും. അമ്മയോട് ഞാൻ പറയും, കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാടുള്ളതുപോലെ ഞാൻ അങ്ങനെ വിശ്വസിച്ചു. ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയെങ്കിലും കർത്താവിൻ്റെ കരം മുറുകെ പിടിച്ച് മുമ്പോട്ട് പോയി. ജപ്തി നടപടി വന്നിട്ടുണ്ടായിരുന്നു. ആ ജപ്തി നടപടിയിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛനോട് പറഞ്ഞു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് എനിക്കൊരു കാശുരൂപം തന്നിട്ട് തോളെ തട്ടിയിട്ട് പറഞ്ഞു പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു. ജപ്തിയിൽ നിന്ന് ഞങ്ങളുടെ സ്ഥലം വിറ്റു. എനിക്ക് ജപ്തിയും കടങ്ങളെല്ലാം മാറിക്കിട്ടി. പിന്നെ എനിക്ക് മെയിനായിട്ടുണ്ടായിരുന്ന എൻ്റെ 2 കാലിൻ്റെ മുട്ടിന് വേദനയായിരുന്നു. ആ 2 മുട്ട് ഞാൻ കാലിന് ഉറയിട്ടുണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മുട്ടിൽ തൈലം പുരട്ടുകയും പ്രാർത്ഥിക്കുകയും വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടുമായിരുന്നു. എപ്പം മുട്ടുവേദന മാറിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അല്ലെങ്കിൽ നടക്കുമ്പോൾ ഇങ്ങനെ മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു. പള്ളിയിൽ എല്ലാവരും മുട്ടുകുത്തും. എന്നേക്കാൾ കൂടുതൽ പ്രായമുള്ളവർ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിഷമിക്കുമായിരുന്നു. മാതാവിനോട് ചോദിക്കും, കർത്താവിനോട് ചോദിക്കും, നിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവരെ മറ്റൊരാളുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ട ആവശ്യം വരില്ല എന്ന് നിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ മുട്ടുവേദന എപ്പോൾ മാറിക്കിട്ടിയെന്ന് എനിക്കറിയില്ല. അത്രയും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയിട്ടുണ്ട്. ജപ്തി നോട്ടീസ് ഒരു ദിവസം വൈകുന്നേരം 5 മണിയായപ്പം വീട്ടിൽ ജപ്തി നോട്ടീസ് വന്നു. അവർ വന്ന് ചുമരിൽ ഒട്ടിച്ചിട്ട് പോയി. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയുടെ ഒരു ഫോട്ടോ കതകിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഒട്ടിച്ചിട്ടുണ്ട്. വലിയൊരു രൂപം ഉള്ളിൽ പ്രാർത്ഥിക്കുന്നിടത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ് അതിനു മുമ്പ് എനിക്ക് നോട്ടീസ് അവർ അയച്ചിരുന്നു. പക്ഷേ ഞാൻ കൈപ്പറ്റിയെങ്കിലും എനിക്കത് കെട്ടാനുള്ള വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ, ഇത് എൻ്റെ വീടല്ല, നിൻ്റെ വീടാണ്. ഈ വീട്ടിലൊരു ജപ്തി നോട്ടീസ് ഒട്ടിക്കാനുള്ള അവസരം നീ കൊടുക്കരുതേ മാതാവേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവർ വന്ന് നോട്ടീസ് ഒട്ടിച്ചപ്പോൾ ബാങ്കുകാർ പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് മേലെ നല്ല ഓർഡറാണ്. ഇല്ല, നിങ്ങൾ ഡ്യൂട്ടി നിങ്ങൾ ചെയ്തോളൂ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവർ പോയി. അന്ന് രാത്രി ഞാൻ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിച്ചു. അന്ന് ഉറങ്ങാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം ഞാൻ രാവിലെ വാതിൽ തുറന്നു നോക്കുമ്പോൾ അവർ ചുമരിൽ ഒട്ടിച്ചിട്ട് പോയ ആ നോട്ടീസ് താഴെ പറഞ്ഞു കിടക്കുന്നതാണ് കണ്ടത്. ഞാനതെടുത്ത് അകത്ത് വെച്ചു. ഞാനല്ലാതെ മറ്റൊരാളും ആ ജപ്തി നോട്ടീസ് കണ്ടിരുന്നില്ല. എൻ്റെ അയൽവാസികളൊക്കെ കണ്ടെങ്കിൽ അവരെന്നെ കളിയാക്കും, നീ വലിയ ഭക്തിയല്ലേ, പ്രാർത്ഥനക്കാരിയല്ല, പിന്നെന്താ നിൻ്റെ വീട്ടിൽ നോട്ടീസ് ഒട്ടിച്ച് എന്നൊക്കെ അവർ ചോദിച്ച് കളിയാക്കും. പക്ഷേ അതിനൊന്നും എൻ്റെ പരിശുദ്ധ അമ്മ എന്നെ അനുവദിച്ചില്ല. ആരും കണ്ടിട്ടില്ല. 6 മാസം അവർ പറഞ്ഞു, 15 ദിവസത്തിനുള്ളിൽ പൈസ കെട്ടിയില്ല എങ്കിൽ, 10 ലക്ഷം രൂപ കെട്ടിയില്ല എങ്കിൽ വീടിന് ഞങ്ങൾ ലോക്ക് ചെയ്യും, പിന്നെ നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അന്ന് മുതൽ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അമ്മ മാതാവ് ഇതിനൊരു വഴി എനിക്ക് കാണിച്ചു തരണമേ എന്ന്. എന്നിട്ട് 6 മാസമായിട്ടും ജപ്തി ആരും വന്നില്ല. ഞാൻ സമാധാനത്തോടെ മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. ഞാൻ ആ ജപ്തി നോട്ടീസുമായി അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ കാശുരൂപം വെഞ്ചരിച്ച് തന്നു.
പിന്നെ എൻ്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു പൊയ്ക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ അത് കൊണ്ടുപോയി പറമ്പിൽ സ്ഥാപിച്ചു. എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും വെതറി ഒരാൾ വന്ന്, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് സ്ഥലം കച്ചവടമാക്കി. അയാൾ സെപ്റ്റംബർ 15-ാം തീയതി നമുക്ക് രജിസ്ട്രേഷൻ നടത്താമെന്ന് പറഞ്ഞു. പിന്നെ അയാൾ വന്നിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ മോനോട് പറഞ്ഞു, എന്ത് ചെയ്യും മോനെ? അപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ നമുക്ക് ലോട്ടറി പോലെ നടത്താം, ലോട്ടറി ടിക്കറ്റ് അടിക്കുന്ന പോലെ അങ്ങനെ ചെയ്യാം, ഒരു ടിക്കറ്റിന് 200 രൂപ പ്രകാരം. അങ്ങനെ പഞ്ചായത്തിലും തഹസിൽദാരുടെ അടുത്തൊക്കെ പോയി പെർമിഷൻ മേടിച്ച് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അത് വർക്ക് നടന്നു. ടിക്കറ്റ് വിറ്റു. ഒരു 3 മാസം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാം പെട്ടപ്പെടാവുന്ന എല്ലാ കാര്യങ്ങളും നടത്തി. മാതാവും തിരുക്കുമാരനും ഞങ്ങളെ അനുഗ്രഹിച്ച് ലോട്ടറി വിറ്റ് ഞങ്ങളുടെ കടങ്ങളെല്ലാം വീടി. 20 ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് ബാങ്കിലും പിന്നെ കടമായിട്ടും സ്വർണം പണയം വെച്ചിട്ടൊക്കെ ആയിട്ട് കടമുണ്ടായിരുന്നു. അതെല്ലാം പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും മാറ്റി തന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ, വേറെ സമയക്കുറവ് മൂലം ഞാൻ അധികം നീട്ടുന്നില്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. എൻ്റെ അന്ത്യം വരെ ഇനി എൻ്റെ മാതാവിനും തിരുക്കുമാരനും വേണ്ടി ഞാൻ ജീവിക്കും. ഞാൻ കർണാടകയിൽ നിന്ന് വന്നു. എൻ്റെ ഒരാഗ്രഹമായിരുന്നു റാലിക്ക് പോകാൻ, എനിക്ക് സാധിച്ചില്ല. 3 വർഷമായി ഞാൻ അടുപ്പിച്ച് റാലിയിൽ സംബന്ധിക്കുന്നവളായിരുന്നു. ഈ പ്രാവശ്യം ഒരു പേഷ്യൻറ്റിന് ഹെൽപ്പിന് നിന്നുകൊണ്ട് എനിക്ക് റാലിയിൽ സംബന്ധിക്കാൻ പറ്റിയില്ല. ഞാൻ അന്ന് തൊട്ട് മാതാവിനോട് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം എനിക്കിവിടെ വരണം. അതിനു മുമ്പ് എനിക്ക് എൻ്റെ ഈ അമ്മയുടെ തിരുനടയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയണം. ഈ പ്രത്യക്ഷീകരണത്തിൽ പങ്കുചേരാനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഇന്നിവിടെ ലാൻഡ് ചെയ്തു. നാളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ശേഷം മാത്രമേ ഞാൻ കർണാടകയിലേക്ക് തിരിച്ചു പോവുള്ളൂ. ഇത്രയെല്ലാം അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത് ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ ദൂരത്തിലൊരു മന്ദബുദ്ധി ഉള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളുണ്ട്. അച്ഛൻ പറയാറുണ്ട് അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഞങ്ങൾ ആ സ്കൂളിൽ ഞാനിവിടെ ഞാൻ ഒരു പ്രാവശ്യം അമ്മയോട് പറഞ്ഞിരുന്നു, എനിക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ സാധിക്കാതെ തടസ്സങ്ങൾ വന്നപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മ മാതാവേ എന്നെ അമ്മയുടെ നടയിൽ എത്തിച്ചാൽ ഞാനിവിടെ വന്ന് എൻ്റെ ഇടവകയിലുള്ള മക്കളെ ഞാനിവിടെ കൊണ്ടുവന്നോളാം, അതിനമ്മയ്ക്ക് സാക്ഷിയാക്കിക്കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതും പ്രകാരം ഞാനിവിടെ വന്ന് ഒരു രാത്രിയിൽ സ്വപ്നം കണ്ട അമ്മ ഇവിടെ വന്ന് കണ്ട അമ്മേനെയാണ്. എനിക്കിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ അമ്മേനെയാണ് സ്വപ്നത്തിലൂടെ എനിക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ പരിശുദ്ധ അമ്മ തന്നെയാണ് എൻ്റെ വീട്ടിൽ വന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. അതുപ്രകാരം ഞാൻ പ്രാർത്ഥിച്ചു. ഇടവകയിൽ നിന്നും അടുത്ത ഇടവകയിൽ നിന്നും ഒരുപാട് മക്കളെ എനിക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചു. അവർക്കെല്ലാം ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. ഭവനം പണിയാത്തവർ ഭവനം പണിതു, മക്കളെ കെട്ടിച്ചയച്ചു, പിന്നെ സ്ഥലം വിൽക്കാൻ പറ്റാത്തവർ സ്ഥലം വിറ്റു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. അവരുടെ എല്ലാ നാമത്തിലും അമ്മ മാതാവ് അവർക്കെല്ലാം നേടിക്കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ആത്മീയമായി കുർബാന ഞങ്ങളുടെ അവിടെ ഇടവകയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ കുർബാനയുള്ളൂ. അച്ഛൻ 2 ഇടവകയിലും കൂടെ ഒരച്ഛനേ ഉള്ളൂ. അപ്പോൾ ആഴ്ചയിൽ ഒരു കുർബാനയാണ്. പിന്നെ ഇടക്കുർബാന എന്തെങ്കിലും ആ സാഹചര്യത്താൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ കുർബാനയും ഞായറാഴ്ച കുർബാന ഞാൻ മുടക്കാറില്ല. അതുപോലെ പ്രാർത്ഥനയും പിന്നെ സഹായങ്ങളാണെങ്കിലും എന്നാൽ കഴിയുന്ന സഹായം ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കും. ഞങ്ങൾ ആ ഡ്രസ്സാണെങ്കിലും ഒരു പ്രാവശ്യം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലെ ഒരു കുട്ടിയുടെ കുറേ ഡ്രസ്സുകളുണ്ടായിരുന്നു, പുതിയ ഡ്രസ്സായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു അവരോട് നിങ്ങളത് കളയണ്ട, ഞാനത് കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഞാനത് കഴുകി ഉണങ്ങി ഇസ്തിരിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു, ഈ ഓഫീസിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരുന്നു. അതുപോലെ ഞാൻ അവിടെയും ഒരുപാട് പേർക്ക് അങ്ങനെ കൊടുക്കാറുണ്ട്. എൻ്റെ അടുത്തില്ലെങ്കിലും ഞാൻ മറ്റുള്ളവരോട് വാങ്ങിച്ച് അവരോട് പറയും, വെറുതെ കത്തിച്ച് കളയരുതേ, വേസ്റ്റ് ആക്കരുതേ, ഇത് അർഹിക്കുന്ന ഒരുപാട് മക്കളുണ്ട്, അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും, ആ മക്കളിലൂടെ അമ്മേനെ അറിയാൻ പറ്റും, അതുകൊണ്ട് നിങ്ങളതൊന്നും നശിപ്പിക്കരുതെന്ന് പറയും. അങ്ങനെ പിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. മന്ദബുദ്ധി സ്കൂളിൽ ഞാനിവിടെ കൂട്ടിക്കൊണ്ടുവന്ന മക്കളും ഞങ്ങളെല്ലാവരും കൂടി അവിടെ സ്കൂളിൽ പോയി ആ മക്കളെ കാണുകയും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയും അവരോടൊപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയും സന്തോഷമായിട്ട് പിരിയുകയും ചെയ്തു. അങ്ങനെ പിന്നെ ക്യാൻസർ രോഗികളുടെ പേഷ്യൻസിനെയൊക്കെ അന്വേഷിച്ച് അവരുടെ ഭവനത്തിൽ പോവുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ഞങ്ങളാലാകുന്ന പിരിവെടുത്ത്
ഞങ്ങൾ അവർക്ക് സഹായിക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്ത നന്മകൾ. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇന്നീ ദിവസം ഇവിടെ സാക്ഷ്യപ്പെടുത്തുവാൻ എന്നെ ഇവിടെ നിർത്തിയതിന് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. സങ്കീർത്തനം 18:6. ജാൻസി ജോണി എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഈശോയും മാതാവും കനിഞ്ഞു നൽകിയ അനുഗ്രഹത്തെപ്പറ്റിയാണ് ഉള്ള സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. മരിയൻ ഉടമ്പടി ചെയ്യുന്നവർ ഉടമ്പടി പാലിക്കുമ്പോൾ വചനത്തിന് സാക്ഷികളായി ജീവിക്കാൻ ശ്രമിക്കുകയാണ്. ഉടമ്പടി നിബന്ധനകളനുസരിച്ച് അത് പാലിക്കുമ്പോൾ നമ്മളും പരിശുദ്ധ അമ്മയെപ്പോലെ വാഗ്ദാന പേടകമായി മാറുന്നു. ദൈവ സാന്നിധ്യം അനുഭവേദ്യമാകുന്നു. ഈ മകളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജപ്തി നോട്ടീസ്. ജപ്തി കിട്ടിയപ്പോൾ വീടിൻ്റെ മുൻപിൽ വന്ന് ആ പേപ്പർ ഇട്ടപ്പോൾ ഈ മകൾ പറഞ്ഞത്, എൻ്റെ വീടല്ല അമ്മേ, നിൻ്റെ വീടാണിതെന്ന്. എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. ഈശോയും അമ്മയുമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്, നമ്മുടെ ഭവനത്തിലുള്ളത്. അതുകൊണ്ടാണ് ഈ മകൾക്ക് അങ്ങനെ പറയുവാൻ സാധിച്ചത്, ഇതെൻ്റെ വീടല്ല അമ്മേ, അമ്മയുടെ വീടാണെന്ന്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് എങ്ങനെ നോ പറയാൻ പറ്റും? ഇല്ല, തരില്ല എന്ന് പറയാൻ പറ്റും. ഈ മകൾ ജപ്തി നോട്ടീസുമായിട്ടാണ് അച്ഛൻ്റെ അടുത്ത്, ജോസഫ് അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ്ങിനായിട്ട് വന്നത്. അച്ഛൻ പ്രാർത്ഥിച്ചു പറഞ്ഞു, പൊയ്ക്കോ, കുഴപ്പമില്ല. ഇതെല്ലാം ഈശോ അല്ലാതെ മറ്റാർക്കാണ് ഇങ്ങനെയൊരു വാക്ക് പറയുവാൻ സാധിക്കുന്നത്? ആ രാത്രി മുഴുവൻ ഈ മകൾ പ്രാർത്ഥിച്ചു. ജപ്തി നോട്ടീസ് നമുക്കറിയാം, അവരത് വയ്ക്കുമ്പോൾ നല്ല ക്ലിയറായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടാണ് അത് ഒട്ടിച്ചു വയ്ക്കുന്നത്. പക്ഷെങ്കിൽ അന്ന് ആ രാത്രിയിൽ തന്നെ ആ പേപ്പർ ജപ്തി നോട്ടീസ് താഴെ പോയി. ഈ മകൾ പറഞ്ഞു, അതിൻ്റെ അടുത്ത് തന്നെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പടമുണ്ടായിരുന്നു. ഞാൻ അന്ന് പ്രാർത്ഥിച്ചതുപോലെ തന്നെ, അമ്മ ഇതെൻ്റെ വീടല്ല, നിൻ്റെ വീടാണ്. ഒരുപക്ഷെ അമ്മ ഈ മകളുടെ പ്രാർത്ഥന കേട്ട് ആ പേപ്പർ താഴെ വീണു. ആ പേപ്പർ എടുത്ത് വെച്ചു. അത് പറിക്കുവാൻ അനുവാദമില്ല, നമുക്കറിയാവുന്നതാണ്. ആ പേപ്പർ മകളെടുത്ത് അകത്ത് വെച്ചു. പിന്നീട് ഒരിക്കലും 15 ദിവസത്തെ ഡേറ്റാണ് പറഞ്ഞിരുന്നത്. പിന്നെ അവരവിടെ ഈ പേപ്പറിന് ജപ്തിക്കായിട്ട് വന്നില്ല. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായ അമ്മ എല്ലാം തൻ്റെ പുത്രനോട് ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രകാരം ഭയമില്ലാതെ വിശ്വാസത്തോടെ ഈ മകൾ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോയി. പിന്നീട് അവർക്ക് ആ സ്ഥലം വിറ്റ് ജപ്തിയുടെ എല്ലാ കാര്യങ്ങളും പേപ്പർ വർക്ക് മുന്നോട്ട് പോകാനും കടങ്ങളെല്ലാം അടയ്ക്കുവാനും സാധിച്ചു. ഇതെല്ലാം ഉടമ്പടി മക്കൾക്ക് സ്വന്തം ഈശോയോടും അമ്മയോടും ചെന്ന് പറയുമ്പോൾ അവർക്ക് മാത്രമേ ഇതൊക്കെ നടത്തി കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ തന്നെ അതിശയിച്ചു പോവും, എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നത്? ഒരു മകള് അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഈ അമ്മയാണ് എല്ലാം ഈശോയുടെ കയ്യിൽ നിന്നും ദൈവത്തിൻ്റെ കയ്യിൽ നിന്നെല്ലാം തിരിച്ച് നമുക്ക് തരുന്നത്. വീണ്ടും ഈ മകൾ പറഞ്ഞു, റാലിക്ക് വരാനായിട്ട് മുട്ടിൻ്റെ വേദന ഒരു വലിയ രോഗസൗഖ്യമാണ്. എല്ലാവരും മുട്ട് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും പ്രാർത്ഥിക്കണം. ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലം മാത്രമാണ് ഈ മകളുടെ മുട്ടിൻ്റെ വേദന സൗഖ്യമായത്. ഇപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. അതും പരിശുദ്ധ അമ്മ കേട്ടു. ഈശോ അതെല്ലാം നടത്തി കൊടുത്തു. അഖണ്ഡ ജപമാല റാലിക്ക് വരാൻ ഒരാഗ്രഹമുണ്ടായിരുന്നു. വീണ്ടും അടുത്ത ഡേറ്റ് ഡിസംബർ 7, അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം. അമ്മയുടെ അടുത്ത് വന്ന് അമ്മയ്ക്ക് നന്ദി പറയാനുള്ള ആഗ്രഹം. ഇതിൽ കൂടുതൽ നമുക്ക് എന്താണ് കാണേണ്ടത്? ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ
നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ആഗ്രഹം അനുസരിച്ച് ഈശോയും പരിശുദ്ധ അമ്മയും എല്ലാം നടത്തി കൊടുക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. കൃപാസനത്തിൻ്റെ അടുത്ത് ആര് കണ്ണീരോട് കൂടി വന്നാലും കണ്ണീര് തുടച്ചിട്ടേ അമ്മ വിടാറുള്ളൂ. ആ അമ്മയുടെ അരികിലേക്കാണ് നമ്മളും ഉടമ്പടിയിൽ കൂടെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുമായി ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത തേടാം. ഈ മകൾക്ക്, ജാൻസി ജോണി എന്ന മകൾക്ക്, ഈശോയിൽ നിന്ന് അനുഗ്രഹം കിട്ടിയ ഈശോയിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹങ്ങൾക്കും, മധ്യസ്ഥത വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈകളടിച്ച് നമുക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.